രാം നാരായണ രാം. ഈ ഭൂമിയിൽ മനുഷ്യൻ ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആകാശം, അന്തരീക്ഷം, പ്രകൃതി എന്നിവയിൽ നിന്നാണ് ലഭിക്കുന്നത്. അവൻ്റെ സ്വന്തം എന്തുമില്ല. ഭൂമി നമ്മുടെ മാതാവാണെങ്കിൽ സൂര്യൻ നമ്മുടെ പിതാവാണ്. അവൻ നമ്മൾക്ക് ശക്തിയും ഊർജവും നൽകുന്നു. പ്രകൃതിയാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രകൃതി നിങ്ങളിൽ നിന്ന് ഒന്നും തിരിച്ചു ചോദിക്കുന്നുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങൾ നമ്മൾക്ക് ലഭിച്ചവ എന്താണെന്ന് അവൾ അവയിൽ നിന്നു തിരിച്ചു ഒന്നും ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവ നിങ്ങളെ നന്ദിയോടെ പറയുന്നുവോ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം നൽകിയിരിക്കുന്നു? എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളുടെ മേൽ കാരണം ഇല്ലാതെ നന്ദി പറയുന്നത്? അവൻ്റെ സ്വന്തം എന്താണെന്ന് അത് നന്ദി പറഞ്ഞുകൊണ്ട്. മനുഷ്യൻ്റെ ഈ പെരുമാറ്റം തന്നെയാണ് ഒരു തരത്തിലുള്ള വിവേചനം സൃഷ്ടിക്കുന്നത്. അത് എല്ലാവരെയും പരസ്പരം വ്യത്യസ്തരാക്കുകയും ചെയ്യും. നമ്മൾ ആകാശം, പ്രകൃതി എന്നിവയിൽ നിന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. സൂര്യൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ പ്രകാശം ഈ ജാതിയിലേക്ക് മാത്രമേ തരൂ, അല്ലെങ്കിൽ ഈ മതം പിന്തുടരുന്നവരെ ഞാൻ തരില്ല എന്ന്. അല്ലെങ്കിൽ ആകാശം എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും ജീവൻ തരില്ല എന്ന്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പറയുന്നില്ല, ഞങ്ങൾ നമ്മുടെ ഊർജം നിങ്ങളെക്കുറിച്ച് തരില്ല എന്ന്. മനുഷ്യനാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സൂര്യനെ, ആകാശത്തെ, എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങൾ ആദർശമായി സ്വീകരിച്ച് അവരുപോലെ പെരുമാറണം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ സ്നേഹവും ഐക്യവും അനുഭവപ്പെടുകയും ചെയ്യൂ. ഇന്നത്തെ കാലത്ത് എത്രമാത്രം ആത്മപരിശോധന നടത്താനും നമ്മുടെ അന്തരാത്മാവിനെ കേൾക്കാനും നമ്മുടെ ദേഹത്തെ അനുസരിക്കാനും ശ്രമിക്കുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലും നിങ്ങളുടെ ദേഹം എപ്പോഴും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് പാതിയേക്കും. അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ദേഹത്തെ മാനിക്കുക, നിങ്ങളുടെ അന്തരാത്മാവിനെ കേൾക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും സന്തോഷം, സമാധാനം എന്നിവ തേടിയിരിക്കുന്നു. ഇതിൻ്റെ ദിശയിൽ നമ്മൾ പല ഭാഗങ്ങളിലായി തിരയുന്നു. എന്നാൽ നമ്മൾ മറക്കുന്നു, ഈ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഞങ്ങൾ രാം നാരായണ രാം നാമത്തെ അനുഭവിച്ചു മാത്രമേ ഇതെല്ലാം പ്രാപിക്കൂ. നിങ്ങൾ നോക്കൂ, ജീവിതത്തിലെ എങ്ങനെ എല്ലാവർക്കും സന്തോഷം അനുഭവപ്പെടും. രാം നാരായണ രാം എന്ന നാമത്തിൽ ബ്രഹ്മാണ്ഡം എല്ലാം ഉൾക്കൊള്ളുന്നു. ഈ നാമം നമ്മുടെ മുഴുവൻ ജീവിതത്തെ മാറ്റുന്നു. നമ്മുടെ മനസ്സിൽ നിന്നുള്ള എല്ലാ ഭയങ്ങളും പേടികളും പുറത്തേക്ക് പോകുന്നു. എന്നാൽ സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടുന്നു. ആകാശം പ്രകൃതി സൃഷ്ടിച്ചു, സൃഷ്ടി സൃഷ്ടിച്ചു, സൃഷ്ടിയിൽ നിന്ന് നമ്മളെല്ലാം ഉണ്ട്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇവിടത്തെ എല്ലാം നമുക്ക് ഊർജം നൽകുന്നു. നമ്മുടെ ചൈതന്യം ഉണരുന്നു. നമ്മുടെ ഏകവും നിർമ്മിതമാകുന്നു. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ അത് നമ്മുടെ ഏകം പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള വിശ്രമം മാത്രമാണ് അത് നമ്മെ എല്ലാം അറിയിക്കുന്നു. എപ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഏകം നമ്മെ എപ്പോഴും മുന്നറിയിപ്പ് നൽകും, ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത് എന്നാണ്. രാം നാരായൺ രാം ഒരു നാമമാണ്. അത് നിങ്ങളുടെ ജീവിതം രക്ഷിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സിദ്ധിക്കുന്നു. അത് നിങ്ങളെ നിങ്ങളുടെ അന്തരാത്മാവിനെ കാണിച്ചു കൊടുക്കുന്നു. ഈ നാമത്തിൽ ആ ശക്തി വെർബോർഗൻ ഉണ്ട്. അത് ആ ശക്തി സമസ്ത സൃഷ്ടിയെ ഉൾക്കൊള്ളുന്നു. ഇത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. ലോകത്ത് അറിയാതെ രാം നാരായൺ രാം വഴി നിരവധി പേർ സമ്പൂർണ്ണ ജീവിതം നേടുകയും അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്.
രാം നാരായൺ രാം വഴി എല്ലാ വ്യക്തികൾക്കും പുത്തൻ ഒരു ദൃഷ്ടികോൺ ലഭിക്കുന്നു. അത് നമ്മൾക്ക് പുതിയ ഊർജം നൽകുകയും ജീവിതം വിജയകരമായി മാറ്റുകയും ചെയ്യുന്നു.